ഇട്ടാലും നല്ല രീതിയിൽ വർക്ക് ആവുള്ളൂ. സോ നല്ലപോലെ ഞാൻ ഫേസ് നന്നായിട്ട് ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ ഫേസ് ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 100% റിസൾട്ട് കിട്ടാനായിട്ട് എങ്ങനെയാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ എല്ലാ ഫേസ് പാക്കും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലാണ് ഏത് പാക്ക് നമ്മൾ ഇട്ടാലും നല്ല രീതിയിൽ വർക്ക് ആവുള്ളൂ. സോ നല്ലപോലെ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പാക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ഒരു ബൗളിൽ കുറച്ച് കട്ട തൈര് എടുക്കണം. 1 സ്പൂൺ കട്ട തൈര് എടുത്താൽ മതി. നമുക്ക് ഫേസിൽ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് ആവശ്യത്തിന് മാത്രം തൈര് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ പാക്ക് സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഞാനിവിടെ 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അതാണ് നല്ല രീതിയിൽ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതും ഉള്ള ഡാർക്ക്നെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നല്ല കട്ട തൈര് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കടലമാവാണ്. കടലപ്പൊടി നമുക്ക് എടുത്തിട്ട് ഒരു 1/2 സ്പൂണോളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം നമുക്കിത് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഓവറായിട്ട് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അത് കാരണം നമുക്ക് കുറച്ച് സമയം വെച്ചേക്കാനായിട്ട് പറ്റില്ല. സോ നമുക്കൊരു 1/2 സ്പൂൺ മാത്രം കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചന്ദനത്തിൻ്റെ പൊടിയാണ്. 1/2 സ്പൂൺ മാത്രം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചന്ദനത്തിൻ്റെ പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. നല്ല രീതിയിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട രീതിക്ക് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. തൈര് നല്ലപോലെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും സ്കിൻ ലൈറ്റൻ ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ചന്ദനം നല്ല രീതിയിലൊരു കൂളിംഗ് എഫക്റ്റ് തരും. ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കടലമാവ് പണ്ട് കാലം മുതലേ കടലപ്പൊടി നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് നല്ല രീതിയിൽ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സ്കിൻ ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഉണ്ടെങ്കിൽ വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫ്രഷ് ലുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് കടലപ്പൊടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്. ഇത് ഒരുവിധം എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നല്ല വൈപ്പ് ചെയ്ത് ഒരു സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാവും. ആ ഒരു സമയത്ത് പാക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഈ സ്പൂൺ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ മിക്സ് ആയതുകൊണ്ട് തന്നെ പാക്ക് നല്ല തിന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇങ്ങനെ ഫേസിൽ ഫുള്ളായിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് മസാജ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനൊരു എക്സ്ഫോളിയേഷൻ കിട്ടും. അപ്പോൾ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. വളരെ നല്ല ഒരു പാക്കാണ്. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരും.
അപ്പോൾ ഇത് നിങ്ങളൊരു ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചേരാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് പാക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് വാഷ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. നല്ലോണം ആ കട്ട തൈരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആക്ച്വലി നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഇനി വേറൊരു ഹൈഡ്രേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് എക്സ്ട്രാ ഒരു ഹൈഡ്രേഷൻ വേണമെന്ന്. ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിനി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് എൻ്റെ സ്കിന്നിന് ഇത് തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്കാവുന്ന ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്ര നേരമാണ് വെച്ചേക്കേണ്ടതെന്നും ആഴ്ചയിൽ എത്ര ദിവസമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാനത് വരുന്ന വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.